ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്ഷീണിച്ചു പോകരുത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 40-28 നിങ്ങൾ കേട്ടിട്ടില്ലയോ, നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അത് അളക്കാനാവാത്തതാണ്. ദൈവജനത്തെ പരാജയപ്പെടുത്താൻ സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും അപകടകരമായ ആയുധങ്ങളിലൊന്ന് നിരുത്സാഹമാണ്. ഈ ആയുധം നിരവധി വിശ്വാസികളെ ആക്രമിക്കുകയും നിരവധി ദൈവദാസന്മാരെ ഇളക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിലയേറിയ കർത്താവിനെ നോക്കൂ. അവൻ ഒരിക്കലും ക്ഷീണിതനാകുന്നില്ല. നാമും ക്ഷീണിതരാവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവൻ ദുർബലർക്ക് ശക്തി നൽകുന്നു, ശക്തിയില്ലാത്തവർക്ക് അവൻ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് യെശയ്യാവ് 40-29 കാണപ്പെടുന്നു. ചിലർക്ക് നിരന്തരമായ ശാരീരിക ക്ഷീണം അനുഭവപ്പെടുന്നു. മറ്റു ചിലർക്ക് മാനസിക നിരുത്സാഹം അനുഭവപ്പെടുന്നു. നിരുത്സാഹം മനസ്സിൽ നിറയുമ്പോൾ ആളുകളുടെ ഉത്സാഹം നഷ്ടപ്പെടുന്നു. അവരുടെ മുഖം മങ്ങി അവർ ഏതാണ്ട് നിർജീവ ശരീരങ്ങൾ പോലെ കാണപ്പെടുന്നു. എന്നാൽ കർത്താവിൽ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവർ സന്തോഷവും ഊർജ്ജസ്വലതയും ഉള്ളവരായി തുടരുന്നു. നിരുത്സാഹം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ കർത്താവിന്റെ പാദങ്ങളിൽ ചെല്ലുക. ദൈവജനത്തോടൊപ്പം ചേരുകയും സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുക. സന്തുഷ്ട ഹൃദയം ഔഷധം പോലെ നന്മ ചെയ്യുന്നു, എന്നാൽ തകർന്ന ആത്മാവ് അസ്ഥികളെ ഉണക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 17-22 പറയപ്പെടുന്നു. ജ്ഞാനിയായ മനുഷ്യൻ ഇങ്ങനെയും പറയുന്നു, കഷ്ടദിവസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചാൽ നിങ്ങളുടെ ശക്തി നഷ്ടമാകും. ഇത് സദൃശവാക്യങ്ങൾ 24-10 കാണപ്പെടുന്നു. ചിലപ്പോൾ നിരുത്സാഹം ശരീരത്തിലോ മനസ്സിലോ അല്ല, മറിച്ച് ആത്മാവിലാണ് ഉണ്ടാകുന്നത്. ആത്മാവ് അസ്വസ്ഥമാകുന്നു, ഭയവും ഉത്കണ്ഠയും പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാനോ ആഗ്രഹമില്ല. ഇത് സംഭവിക്കുമ്പോൾ ഒരു ശത്രു നിങ്ങൾക്കെതിരെ പോരാടുന്നുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് ഉപദേശം തേടുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോട് ആവശ്യപ്പെടുക. കൂടാതെ നിങ്ങളുടെ ആത്മാവിനെതിരെ പോരാടുന്ന ശത്രുവിനെതിരെ നിൽക്കുക. നിങ്ങൾ സാത്താനെ ചെറുക്കുമ്പോൾ അവൻ ഓടിപ്പോകും. ഞാൻ ദൈവത്തിന്റെ ഒരു കുട്ടിയാണ്, സാത്താനെ നിനക്ക് എന്നെ തൊടാൻ കഴിയുകയില്ല എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. തുടർന്ന് കർത്താവിനെ ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങുക. നിങ്ങൾ അവനെ സ്തുതിക്കുന്നത് തുടരുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് വലിയ വിടുതൽ സമാധാനവും വരും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് സ്തുതിയുടെ വസ്ത്രം നൽകാനല്ലേ? സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് 61-3 കാണപ്പെടുന്നു. ദൈവമക്കളെ, സ്തുതിയുടെ വസ്ത്രം സ്വീകരിക്കുക. സ്തുതിക്കാൻ പ്രയാസമായി തോന്നിയാലും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തുടരുമ്പോൾ വിടുതൽ തീർച്ചയായും വരും. സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയും. എല്ലാ ബന്ധനങ്ങളും തകർക്കപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഗലാത്യർ 6-9 നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 1-2 വൈകുന്നേരം ലൂക്കോസ് 14-1-24 വാക്യങ്ങൾ. ആമേൻ.